ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നിങ്ങളൊരു ഗവൺമെൻറ് ഫാർമസിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ചാനലിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ വീഡിയോസ് തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസുമാണ്. അതുകൂടാതെ തന്നെ ഒത്തിരി കോഡുകളും അതുപോലെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഐസൊലേഷൻ ടെക്നിക്കും ഐഡൻറ്റിഫിക്കേഷൻ ടെക്നിക്കും വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഫാർമക്കോഗ്നോസി. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ഗോൾഡ് ബീറ്റ സ്കിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് the presence of which one of the following classes of compounds. So ഗോൾഡ് ബീറ്റ സ്കിൻ ടെസ്റ്റിൻ്റെ കണ്ടുപിടിക്കാൻ ഏത് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ടാനിൻസ്, ഗ്ലിസറൈഡ്സ്, സ്റ്റെറോയിഡ്സ്, റെസിൻസ്. സോ നിങ്ങൾക്കറിയാം ടാനിൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് ഗോൾഡ് ബീറ്റ സ്കിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇൻറ്റസ്റ്റൈൻ ഓഫ് ഓക്സ് അല്ലേ, ഓക്സിൻ്റെ ഇൻറ്റസ്റ്റൈനാണ് നമ്മൾ ഗോൾഡ് ബീറ്റ് സ്കിൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒബ്സർവേഷൻ പഠിച്ചു വയ്ക്കുക. എന്താണ് ഈ സ്കിൻ എന്താവും? ആദ്യം തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിപ്പ് ചെയ്യും. ഓക്കെ, അത് മനസ്സിലായി. ആദ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് നിന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ടാനിൻസിൽ ഇട്ട് വയ്ക്കുക 5 മിനിറ്റ് നേരത്തേക്ക്. ഓക്കെ, അതിനുശേഷം ഫെറിക് സൾഫേറ്റ് ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് സ്കിന്ന് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ സ്യൂഡോ ടാനിൻസിൻ്റെ കേസിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ, ഈ വരുന്ന ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദസ് വാനിലിൻ ഈസ് ഒബ്റ്റൈൻഡ് ഓൺ ദ ഓക്സിഡേഷൻ ഓഫ് സിനമാൽഡിഹൈഡ്, സിനിയോൾ, യൂജിനോൾ, കാർബോൺ. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാനിലിൻ്റെ ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് യൂജിനോളിൻ്റെ ഒരു ഓക്സിഡൈസ്ഡ് പ്രൊഡക്റ്റാണ് വാനിലിൻ അല്ലേ. നമുക്കറിയാം യൂജിനോളിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴാണ് വാനിലിൻ ഉണ്ടാവുന്നത്. യൂജിനോൾ നമ്മുടെ ക്ലോവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റ് ആണ്. ഓക്കെ, വാനിലിൻ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഫ്ലേവറിംഗ് ഏജൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു കണ്ടൻ്റാണ് വാനിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ? അമിക് ഡാലിൻ ഓൺ ഹൈഡ്രോലൈസിസ് ഗീവ്സ്. ഓക്കെ, ഓപ്ഷൻ എ മാൻഡലോ നൈട്രിൽ പ്ലസ് ബെൻസാൽഡിഹൈഡ്, ഓപ്ഷൻ ബി മാൻഡലോ നൈട്രിൽ പ്ലസ് ബെൻസാൽഡിഹൈഡ് പ്ലസ് ഗ്ലൂക്കോസ്, ഓപ്ഷൻ സി മാൻഡലോ നൈട്രിൽ പ്ലസ് ഗ്ലൂക്കോസ്, ഓപ്ഷൻ ഡി മാൻഡലോ നൈട്രിൽ പ്ലസ് ബെൻസാൽഡിഹൈഡ് പ്ലസ് റാംനോസ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, മാൻഡലോ നൈട്രിൽ ബെൻസാൽഡിഹൈഡ് ഗ്ലൂക്കോസ്. അമിക് ഡാലിൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം അല്ലേ, നമ്മൾ സൈനോജനറ്റിക് ഗ്ലൈക്കോസൈഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഗ്ലൈക്കോസൈഡ്സിൻ്റെയും അതുപോലെ തന്നെ ആൽക്കലോയിഡ്സിൻ്റെയും ടാനിൻസിൻ്റെയും ഒക്കെ ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിംസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പോയി കാണുക കേട്ടോ. അത് നമുക്ക് എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാം, സിനോണിംസ് ചോദിക്കാം. ഓക്കെ, നമ്മൾ സൈനോജനറ്റിക് ഗ്ലൈക്കോസൈഡ്സ് പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ ബിറ്റർ ആൽമണ്ട് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഈ ബിറ്റർ ആൽമണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഈ അമിക് ഡാലിൻ എന്ന് പറയുന്നത് അല്ലേ, ബിറ്റർ ആൽമണ്ട്. ഓക്കെ, സോ ഈ അമിഗ്ഡാലിൻ നമുക്ക് ഹൈഡ്രോലൈസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മാൻഡലോ നൈട്രിൽ കിട്ടും, ബെൻസാൽഡിഹൈഡ് കിട്ടും, അതിൻ്റെ ഒപ്പം ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കളറിംഗ് മാറ്റർ ലോസോൺ ഈസ് പ്രസൻറ്റ് ഇൻ കന്തറൈഡ്സ്, കൊച്ചിനിയൽ, വിങ്ക ആൻഡ് ഹെന്ന. സോ ലോസോൺ എന്ന് പറയുന്ന ആരുടെ കളറിംഗ്, ആ ഒരു ലോസോൺ എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഹെന്നയിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ദ ആക്റ്റീവ് കോൺസ്റ്റുവൻറ്റ് ഓഫ് കാൽമേഗ് ഈസ് സെഫാലിൻ, അമിഗ്ഡാലിൻ, ആൻഡ്രോഗ്രാഫോലൈഡ്സ്, പിക്രോസൈഡ്. സോ കാൽമേഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രഗ് തന്നെയാണ്. ഇമ്മ്യൂണോ മോഡുലേറ്റർ ആക്ഷനുള്ള ഡ്രഗാണ്. ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്നതാണ് കാൽമേഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്റ്റീവ് കോൺസ്റ്റുവൻറ്റ് എന്ന് പറയുന്നത് ആൻഡ്രോഗ്രാഫോലൈഡ് ആണ്. ഓക്കെ, നമുക്കത് ആ ഡ്രഗിൻ്റെ സോഴ്സിൽ നിന്ന് നമുക്കത് കിട്ടും അല്ലേ. കാൽമേഗ് എന്നുള്ളത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആൻഡ്രോഗ്രാഫിസ് പെനിക്കുലേറ്റ. ഓക്കെ, അതാണ് അതിൻ്റെ പേര്, ആൻഡ്രോഗ്രാഫിസ് പെനിക്കുലേറ്റ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓഫ് ദ ഫാമിലി അക്കാന്തീസിയ ഫാമിലി പെട്ടതാണ് ഡ്രഗാണ്. ഓക്കെ, സോ അതിലെ മെയിൻ കണ്ടന്റ് എന്താണ് വരിക? ദാറ്റ് ഈസ് ആൻഡ്രോഗ്രാഫോലൈഡ്. ഓക്കെ, സോ ഇമ്മ്യൂണോമോഡുലേറ്റർ ആണ്, അത് ഡയബറ്റീസിന് കൊടുക്കുന്ന ഡ്രഗ് കൂടിയാണ് കേട്ടോ. അടുത്ത് an example of diacetic or caryophyllaceous or cross-celled stomata. Sen and coca, spearmint and peppermint, datura and stramonium, digitalis and lobelia. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡയസൈറ്റി സ്റ്റൊമാറ്റ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് കാരിയോഫിലേഷ്യസ് അല്ലെങ്കിൽ ക്രോസ് സെൽഡ് സ്റ്റൊമാറ്റ. സോ അതിന് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് വരിക, സ്പിയർമിൻ ആൻഡ് പെപ്പർമിൻ. സോ നിങ്ങൾ സ്റ്റൊമാറ്റയുടെ കേസ് പറയുമ്പോൾ സ്റ്റൊമാറ്റ എല്ലാ ടൈപ്പ് സ്റ്റൊമാറ്റയും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ഇരിക്കണം. സ്റ്റൊമാറ്റയുടെ എക്സാമ്പിൾസും ഉറപ്പായിട്ട് നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ തന്നെ സ്റ്റൊമാറ്റ നമ്മൾ ലീവ്സിൽ നമുക്ക് സ്റ്റെമ്മിൽ സ്റ്റൊമാറ്റ ഏത് ഡ്രഗിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? സ്റ്റെം എന്നുള്ള പോർഷനിലെ സ്റ്റൊമാറ്റ നമുക്ക് എഫിഡ്രയിൽ സ്റ്റെമ്മിലാണ് സ്റ്റൊമാറ്റ വരിക. അതൊരു ക്ലോവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലവറിലാണ് സ്റ്റൊമാറ്റ വരിക. ഫെണലിലാണെങ്കിൽ ഫെണൽ ഫ്രൂട്ടാണല്ലോ, അതിലാണ് സ്റ്റൊമാറ്റ വരിക. ഓക്കെ, അങ്ങനത്തെ പോയിന്റുകൾ ഓർക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റോസ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിളോടും പഠിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റൊമാറ്റ ജസ്റ്റ് ഒന്ന് പറയാം, പാരസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയും. അതിലേക്ക് നമുക്കിതിന് റുബിയേഷ്യസ് സ്റ്റൊമാറ്റ എന്നും പറയും, അല്ലെങ്കിൽ പാരലൽ സ്റ്റൊമാറ്റ എന്ന് നമ്മളിതിന് പറയും. അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് പറയുക. സോ സ്ട്രക്ചറിൽ എങ്ങനെയാണ് സബ്സൈഡറി സെല്ല് വന്നിരിക്കുന്നതെന്ന് നമ്മളോക്കിയിട്ട് തന്നെ പോവുക. ഇപ്പോൾ ഇതിൽ ഞാൻ എത്ര ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, സ്റ്റൊമാറ്റ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. അതിൻ്റെ എക്സാമ്പിളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ പാരസൈറ്റിക് സ്റ്റൊമാറ്റ നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ് സെന്ന ഒരു പാരയാണെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ സെന്ന പാരസൈറ്റിക് സ്റ്റൊമാറ്റ, അതിൽ കൊക്ക. ഓക്കെ, ഈ 2 ഡ്രഗാണ് വരിക. ഓക്കെ, രണ്ടാമത്തെ ഡ്രഗാണ് നമ്മൾ പറഞ്ഞത് ഡയസൈറ്റിസ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ കാരോഫിലേഷ്യസ് സ്റ്റൊമാറ്റ, ഈ ടൈപ്പ് ക്രോസെൽഡ് സ്റ്റൊമാറ്റ. സോ അത് നമ്മൾക്ക് പഠിക്കാൻ PSVT എന്നുള്ള കോഡ് പഠിച്ചാൽ മതി. ഓക്കെ, PSVT എന്നുള്ള കോഡ് പഠിക്കാം. P4 എന്താണ്? ഇത് ഞാൻ പഠിച്ചത് നമ്മുടെ പരോക്സിമൽ സുപ്രാവെൻറ്റിക്കുലർ ടാക്കിക്കാർഡിയ എന്ന് പറയില്ലേ, ആ ഒരു ഇതാണ് PSVT. ഓക്കെ, സോ പെപ്പർമിൻറ്റ്, സ്പിയർമിൻറ്റ്, വസാഗ ആൻഡ് തൈം, ഈ PSVT ഏതാണ്? ഡയസൈറ്റിസ് സ്റ്റൊമാറ്റയുടെ എക്സാമ്പിളാണ്. തേർഡ് ക്ലാസ് എന്ന് പറയുന്നത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അനമോസൈറ്റിസ് സ്റ്റൊമാറ്റ നിങ്ങൾക്കെല്ലാം അറിയാലോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഏതാ വരിക? ഡിജിറ്റാലിസ് അല്ലേ. അനമോസൈറ്റിസ് സ്റ്റൊമാറ്റയുടെ വേറെ പേരാണ് റാണിക്കുലേഷ്യസ് സ്റ്റൊമാറ്റ, അല്ലെങ്കിൽ നമുക്ക് ഇറഗുലർ ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ നമ്മളിതിന് പറയും. ഓക്കെ, സോ അതെങ്ങനെ വരുന്നത് നിങ്ങൾ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കി വെക്കുക കേട്ടോ. സബ്സൈഡറി സെൽ വരുന്നതനുസരിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ അനമോസൈറ്റിസ് സ്റ്റൊമാറ്റയിൽ ഇറഗുലർ ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ പ്രസൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഡിജിറ്റാലിസ് വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്ലോവ്, പിന്നെ എന്താണ് ഫെണൽ വരുന്നുണ്ട്, പിന്നെ ഒപ്പിയം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലൊബേലിയ വരുന്നുണ്ട്. ഇതൊക്കെ എക്സാമ്പിൾ ഫോർ ദി അനമോസൈറ്റിസ് സ്റ്റൊമാറ്റയാണ് വരിക. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് 1 മിനിറ്റ്. ഓക്കെ, അടുത്ത് നമ്മൾ വരുന്നത് എന്താണ്? അനിസോസൈറ്റിസ് സ്റ്റൊമാറ്റ അല്ലേ. അനിസോസൈറ്റിസ് സ്റ്റൊമാറ്റ നമ്മൾ പറയും. അതിന് നമുക്ക് വേറെ പേരുണ്ട്, ദറ്റ് ഈസ് ക്രൂസിഫറസ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ അണീക്വൽ സെൽഡ് സ്റ്റൊമാറ്റ എന്ന് പറയും നമ്മൾ. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അതായത് നമ്മൾ ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് പഠിച്ചിട്ടുണ്ടായില്ലേ, അതിലുള്ള ഡ്രഗ്സ് എല്ലാം ഈ പറഞ്ഞ അനിസോസൈറ്റിസ് സ്റ്റൊമാറ്റയാണ്. അങ്ങനെ നമുക്ക് ജനറലായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ഹെൻബെയിൻ, ഡാച്ചുറ, സ്ട്രാമോണിയം, ഹയോസാമസ്, അതുപോലെ ബെല്ലഡോണ. ഇത് ഞാൻ ആൽക്കലോയിഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ സിനോണിംസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, സോ ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സിനുള്ളതൊക്കെ ഈ പറഞ്ഞ അനിസോസൈറ്റിസ് സ്റ്റൊമാറ്റയാണ്. പ്ലസ് വിങ്ക എന്നുകൂടി ഓർക്കുക. വിങ്കയിലും പറയുന്ന ഏതാണ്? അനിസോസൈറ്റിസ് സ്റ്റൊമാറ്റയാണ്. ഓക്കെ, അടുത്ത് വരുന്ന ആക്ടിനോസൈറ്റിസ് സ്റ്റൊമാറ്റ, അതിന് എക്സാമ്പിൾ ബിയർബെറിയാണ് വരിക. പിന്നെ സൺകൺ സ്റ്റൊമാറ്റ ഉണ്ട്, സൺകൺ സ്റ്റൊമാറ്റ. ഓക്കെ, സൺകെൻ സ്റ്റൊമാറ്റ. ഓക്കെ, സൺകെൻ സ്റ്റൊമാറ്റ വരുന്നുണ്ട്. അത് എക്സാമ്പിൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ദറ്റ് ഇസ് എഫിഡ്രയുടെ ഒരു ക്യാരക്ടർ ഫീച്ചറാണ് സൺകെൻ സ്റ്റൊമാറ്റ. അതുപോലെ ഇനി ഒരു സ്റ്റൊമാറ്റ കൂടെ ഉണ്ട്, ദറ്റ് ഇസ് സർക്കുലാർ സ്റ്റൊമാറ്റ. ഓക്കെ, സർക്കുലാർ സ്റ്റൊമാറ്റ ഏതാ എക്സാമ്പിൾ വരുന്നത്? കൊൾച്ചിക്കം അല്ലേ, കൊൾച്ചിക്കം ആൻഡ് സ്ക്വില്ല്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ സ്ക്വില്ലും കൊൾച്ചിക്കുമാണ് വരിക, ഈ പറഞ്ഞ സർക്കുലർ സ്റ്റൊമാറ്റ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ. അത് നിങ്ങൾ എക്സാമ്പിൾ എന്തായാലും പഠിച്ചിട്ടോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലാത്ത പുതിയതായിട്ട് കേട്ടിട്ടുള്ള എക്സാമ്പിൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് നോട്ട് ചെയ്തോട്ടെന്ന് ഓർത്താണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേപ്പ് അലോയി ആർ ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് ഗ്രീൻ ബ്രൗൺ കളർ, ബ്രൗണിഷ് ബ്ലാക്ക് കളർ, ലിവർ ബ്രൗൺ ആൻഡ് ബ്രൗണിഷ് യെല്ലോ കളർ. സോ നമുക്ക് അലോയി പഠിക്കുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ മെയിനായിട്ട് കളറിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കേപ്പ് അലോയി നമ്മൾ ഓർത്ത് വെച്ചിരുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രീനിഷ് കളർ ഉണ്ടായിരിക്കും കേപ്പിനെ പറയുമ്പോൾ. ഓക്കെ, സോ ഗ്രീനിഷ് ബ്രൗൺ കളറാണ് കേപ്പ് അലോയ്ക്ക് വരിക. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റത്തെ കുർക്കു അലോയ് ഉണ്ടല്ലോ, കുർക്കു അലോയ്ക്ക് ബ്രൗണിഷ് ബ്ലാക്ക് കളറായിരിക്കും വരിക. ലിവർ ബ്രൗൺ വരുന്ന സൻസിബാർ അലോയ്ക്കാണ് വരുന്നത്. ഓക്കെ, ബ്രൗണിഷ് യെല്ലോ വരുന്നത് സോക്രോട്ടിൻ അലോയാണ്. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞോളൂ. ഓക്കെ, അടുത്ത സ്റ്റൊമാറ്റൽ ഇൻഡെക്സ് ഓഫ് ഇന്ത്യൻ സെന്ന. ഓക്കെ, 17 to 20, 18 to 23, 15 to 18 and 16 to 24. ഓക്കെ, സോ ഇന്ത്യൻ സെന്നയുടെ സ്റ്റൊമാറ്റൽ ഇൻഡെക്സ് നമുക്കറിയാം 17 to 20 ആണ് വരുന്നത്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് സെന്ന ഉണ്ട്, ദാറ്റ് ഇസ് അലക്സാൻഡ്രിയൻ സെന്ന അല്ലേ, അല്ലെങ്കിൽ യൂറോപ്യൻ സെന്ന. അത് എത്രയാണ് വരുന്നത്? 11 to 30. സോ നിങ്ങൾ എന്തായാലും സ്റ്റൊമാറ്റൽ ഇൻഡെക്സും പാലിസൈഡ് റേഷ്യം ഇതിൻ്റെ നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സയനോജനിക് ഗ്ലൈക്കോസൈഡ്സ്. ഓക്കെ, ഗീവ്സ് ബ്രിക്ക് റെഡ് കളർ ബൈ ട്രീറ്റിംഗ് വിത്ത് HCl ആൻഡ് സോഡിയം പിക്രേറ്റ്, HCl ആൻഡ് NH3, HNO3 ആയിരിക്കും കേട്ടോ ഉദ്ദേശിച്ചത്, HNO3 ആൻഡ് പിക്രിക് ആസിഡ്, അസിറ്റിക് അൺഹൈഡ്രേറ്റ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം സയനോജനറ്റിക് ഗ്ലൈക്കോസൈഡിൻ്റെ മെയിൻ ടെസ്റ്റുകളാണ് അല്ലേ. നമുക്ക് ഒരു ടെസ്റ്റ് പഠിക്കാനുണ്ട്, സോഡിയം പിക്രേറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ അതിൽ അല്ലേ, സോഡിയം പിക്രേറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. സോ അതിൽ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്
യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ HCl ആൻഡ് സോഡിയം പിക്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സോഡിയം പിക്രേറ്റ് ഉണ്ടാവുന്നത് തന്നെ സോഡിയം കാർബണേറ്റും അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റും പിക്രിക് ആസിഡ് അല്ലേ, പിക്രിക് ആസിഡുമായിട്ട് വരുമ്പോഴാണ് നമുക്ക് സോഡിയം പിക്രേറ്റ് എന്നുള്ള സംഭവം ഉണ്ടാകുന്നത്. സോഡിയം പിക്രേറ്റ് ഈ പറഞ്ഞ HCl-യുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ടെസ്റ്റ് കിട്ടുന്നത്. ബ്രിക്ക് റെഡ് കളറാണ് വരുന്നത്. പ്രസൻസ് ഓഫ് സയനോജനറ്റിക് ഗ്ലൈക്കോസൈഡ് ആണ് വരുന്നത്. അതുപോലെ ഒരു ടെസ്റ്റും കൂടെ നമ്മുടെ സയനോജനറ്റിക് ഗ്ലൈക്കോസൈഡിൽ വരുന്നുണ്ട്, മെർക്കുറസ് നൈട്രേറ്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റ്. ഓക്കെ, മെർക്കുറസ് നൈട്രേറ്റ് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? മെറ്റാലി മെർക്കുറി ഫോം ചെയ്യുന്ന ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. ഓക്കെ, ടെസ്റ്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചിലപ്പോൾ ഒബ്സർവേഷൻ ചോദിക്കാം, ചിലപ്പോൾ ടെസ്റ്റിലെ ഇൻഗ്രീഡിയൻസും എക്സാമിന് ചോദിക്കാം. ഓക്കെ, സോ ആൽക്കലോയിഡ്സും അതുപോലെ തന്നെ ഗ്ലൈക്കോസൈഡിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ നോക്കിയിട്ട് പോവുക. പിന്നെ ബാക്കിയുള്ള ടാനിനും റെസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, അടുത്ത ബോൺട്രാഗസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ്, ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ, ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്, സയനോജനിക് ഗ്ലൈക്കോസൈഡ്, ഫ്ലവനോയിഡ് ഗ്ലൈക്കോസൈഡ് ആൻഡ് ലൂക്കോ ആന്തോസൈനൈഡ് ഗ്ലൈക്കോസൈഡ്. സോ ഇത് ഏതാണ് വരിക? ദാറ്റ് ഈസ് ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? നിൻഹൈഡ്രൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻസ് ഓഫ് ദി ഓപ്ഷൻസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? അമിനോ ആസിഡ്, ടാനിൻസ്, സ്റ്റെറോൾസ് ആൻഡ് വൊളറ്റൈൽ ഓയിൽസ്. സോ നിൻഹൈഡ്രൻ ടെസ്റ്റ് എല്ലാവർക്കും അറിയില്ല, അമിനോ ആസിഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. അടുത്തത് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് സൊറാലിൻ ആൻഡ് NaOH അണ്ടർ UV ലൈറ്റ് ഗീവ്സ് യെല്ലോ ഫ്ലൂറസെൻസ്, ബ്ലൂ ഫ്ലൂറസെൻസ്, ഗ്രീൻ ഫ്ലൂറസെൻസ്, റെഡ് ഫ്ലൂറസെൻസ്. സോ ആൽക്കഹോളിക് സൊല്യൂഷൻസ് ഓഫ് ദി സൊറാലിൻസ്, സൊറാലിൻ നമ്മൾ ശ്രദ്ധിക്കുക, സൊറാലിൻ്റെ രണ്ട് കാര്യമുണ്ട്. സൊറാലിൻ്റെ NaOH-ഉമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, NaOH-ഉമായിട്ടുള്ള റിയാക്ഷനാണ് വന്നെങ്കിൽ നമുക്ക് യെല്ലോ ഫ്ലൂറസെൻസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ആ സമയത്ത് അസറ്റിക് ആസിഡായിട്ടുള്ള റിയാക്ഷൻ, അസറ്റിക് ആസിഡും അതുപോലെ തന്നെ എന്താണ് പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഫ്ലൂറസെൻസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ സോഡിയമാണ് അവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ നമുക്ക് യെല്ലോയും, ആ സമയത്ത് അസറ്റിക് ആസിഡും ഈ പറഞ്ഞ പ്രൊപ്പിലിൻ ഗ്ലൈക്കോളും ആണെങ്കിൽ നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഫ്ലൂറസെൻസ് ആയിരിക്കും കിട്ടുന്നത്. സൊറാലിയ എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗാണ്? സൊറാലിയ കൗമാരിൻ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ഹീമോലൈറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സാപ്പോണിൻ, സയനോജനറ്റിക് ഗ്ലൈക്കോസൈഡ്, ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ് ആൻഡ് ഫ്ലവനോയിഡ് ഗ്ലൈക്കോസൈഡ്. ഓക്കെ, ഹീമോലൈറ്റ് ടെസ്റ്റ് നമുക്കറിയാം ആരുടെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്? സാപ്പോണിൻ ഗ്ലൈക്കോസൈഡിൻ്റെ ഒരു ടെസ്റ്റാണ് ഹീമോലൈറ്റ് ടെസ്റ്റ്. അതായത് നമ്മുടെ എക്സ്ട്രാക്ട് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഒഴിക്കുക, അപ്പോൾ നമുക്ക് ഹീമോലൈറ്റിക് ആയിട്ടുള്ള ഒരു സോൺ അവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് പ്രസൻസ് ഓഫ് സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ് കാണിക്കുന്നു. അതുപോലെ സാപ്പോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേറൊരു ടെസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഫോം ടെസ്റ്റ്. ഓക്കെ, ഒരു ഫോം ചെയ്യുന്ന ടെസ്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്ട്രാക്റ്റ് നന്നായിട്ട് വാട്ടർ ഉപയോഗിച്ച് ഷേക്ക് ചെയ്യും, അപ്പോൾ നമുക്ക് അവിടെ ഫോം ഉണ്ടാവും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റ് നമ്മുടെ സാപ്പോണിൻ ഗ്ലൈക്കോസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് വരുന്ന ഷുഗർ പാർട്ട് ഓഫ് കാർഡിനോലൈഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ കെല്ലർ-കിലിയാനി ടെസ്റ്റ്, ലീഗൽ ടെസ്റ്റ്, ബാൽജർ ടെസ്റ്റ്, ഓൾ ഓഫ് ദി അബോവ്. സോ ഷുഗർ പാർട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? കെല്ലർ-കിലിയാനി ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. കെല്ലർ-കിലിയാനി ടെസ്റ്റിൽ ഏത് ഷുഗർ പോർഷൻ ഓഫ് കാർഡിനോയിഡ്സ് ഏതാണ്? ഡിജിറ്റോക്സോസ് അല്ലെ. ഡിജിറ്റാലിസിൻ്റെ ഏതാണ്? ഡിജിറ്റോക്സോസ് ഷുഗർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാം, ഡിജിറ്റോക്സോസ് ഷുഗർ. ഓക്കെ, ഡിജിറ്റോക്സോസിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാലും ഈ പറഞ്ഞ കെല്ലർ-കിലിയാനിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതിന് എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ അല്ലേ. റെഡിഷ് ബ്രൗൺ കളർ അപ്പിയർ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ 2 ലെയേഴ്സ് ആൻഡ് അപ്പർ ലെയറിൽ എന്തായിരിക്കും? ബ്ലൂ ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ടെസ്റ്റ് എന്താണ്? മ്യൂറെക്സൈഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ്. ഓക്കെ, സോ ഈ പറഞ്ഞ മ്യൂറെക്സൈഡ് ടെസ്റ്റും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സിന് വേണ്ടിയിട്ട് നമുക്കറിയാം ആൽക്കലോയിഡിനുള്ള ടെസ്റ്റാണ് മ്യൂറെക്സൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സിനാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് ഏതൊക്കെയാണ് പറയുക? ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണോ, ട്രോപ്പൻ ആൽക്കലോയിഡ്സ് ആണോ വരുന്നത്, അതുപോലെ പ്യൂരിൻ ആൽക്കലോയിഡ്സ് ആണോ വരുന്നത്, ഗ്ലൈക്കോ ആൽക്കലോയിഡ്സ് ആണോ വരുന്നത്. ഓക്കെ, സോ നമുക്ക് അറിയാം അത് ഏതാണ് ആൻസർ വരിക? പ്യൂരിൻ ആൽക്കലോയിഡ്സ് ആണല്ലേ. പ്യൂരിൻ ആൽക്കലോയിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് മ്യൂറെക്സൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു പർപ്പിൾ കളറാണ് നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്യൂരിൻ ആൽക്കലോയിഡ്സ് വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ടീ ഒക്കെ പറഞ്ഞില്ലേ, ടീ, അതിൽ കോഫി, പിന്നെ കൊക്കോ, പിന്നെ കൊക്കയല്ല കൊക്കോ. ഓക്കെ, തിയോബ്രോമ കൊക്കോ. ഓക്കെ, കൊക്കോ, പിന്നെ കോള, അതൊക്കെയാണ് പ്യൂരിൻ ആൽക്കലോയിഡ്സ് വരുന്ന എക്സാമ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ വന്ന് ടെർപ്പിനോയിഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ സാൽക്കോസ്കി ടെസ്റ്റ്, ലീബർമാൻ വോൾ എന്നുള്ളതിലായിട്ട് സാൽക്കോസ്കി ടെസ്റ്റ് ഉണ്ട്, ലീബർമാൻ ബക്കാർഡ് ടെസ്റ്റ്, റോക്കൻ ടെസ്റ്റ്. ഓക്കെ, സോ ഓൾ ഓഫ് ദി അബോവ്. സോ ടെർപ്പിനോയിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ടെസ്റ്റുകൾ വരുന്നത്? സാൽക്കോസ്കി ടെസ്റ്റ് എന്തായാലും വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ലീബർമാൻ ബക്കാർഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, റോക്കൺ ടെസ്റ്റ് ഉണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമുക്കിതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ,
ഓക്കെ, ഇതിൽ സാൽക്കോസ്കി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റെഡ് കളറാണ് അപ്പിയർ ചെയ്യുന്ന പ്രസൻസ് ഓഫ് സ്റ്റെറോയിഡ്സും, യെല്ലോ കളറാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ട്രിറ്റർപെനോയിഡ്സ് അല്ലെങ്കിൽ ടെർപിനോയിഡ്സ് ആയിരിക്കും വരിക. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ നമുക്ക് വോളറ്റൈൽ ഓയിൽസിൻ്റെ ടെസ്റ്റുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. വോളറ്റൈൽ ഓയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സുഡാൻ 3 ആഡ് ചെയ്യും. ഓക്കെ, സുഡാൻ 3 ആഡ് ചെയ്യുമ്പോൾ ഓയിൽ ഈ പറഞ്ഞ സുഡാൻ 3 ആഡ് ചെയ്യും. ഓയിൽ റെഡ് കളറാണെങ്കിൽ പ്രസൻസ് ഓഫ് വോളറ്റൈൽ ഓയിലാണ്. ചില സമയത്ത് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഈ ഫിക്സഡ് ഓയിലും വോളറ്റൈൽ ഓയിലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അതായത് എന്താണ്, ഈ ഓസ്മിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഫിക്സഡ് ഓയിലിൻ്റെ ടെസ്റ്റ് വരുന്നത്. അത് അപ്പിയർ ചെയ്യുന്ന ബ്ലാക്ക് കളറാണ്. പിന്നെ അതിൽ ഈ ടിഞ്ചർ ഓഫ് അൽക്കാനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സുഡാൻ 3യോ ആഡ് ചെയ്യുന്നത് ഈ വോളറ്റൈൽ ഓയിൽസ് ആണ്. മനസ്സിലായോ? അതായത് വോളറ്റൈൽ ഓയിലിന് നമ്മൾ സുഡാൻ 3 ആഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ രണ്ടാമത് ഈ ടിഞ്ചർ ഓഫ് അൽക്കാന, ഓക്കെ, ടിഞ്ചർ ഓഫ് അൽക്കാന ടിഞ്ചർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് കൊണ്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഫിക്സഡ് ഓയിലിന് ഒരു ടെസ്റ്റ് വേറെ ഉണ്ട്, അതായത് നമ്മൾ ഓസ്മിക് ആസിഡ് ആഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ്. സോ ഇത് അങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ചിലപ്പോൾ ഇങ്ങനെ ഓസ്മിക് ആസിഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ വോളറ്റൈൽ ഓയിലും ഫിക്സഡ് ഓയിലും നമുക്ക് അതിൻ്റെ എന്താണ് ഓപ്ഷൻസിൽ കാണും, നമുക്കത് മാറിപ്പോകരുത്. അതുപോലെ സുഡാൻ 3 യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റാണെന്ന് വെച്ചാൽ വോളറ്റൈൽ ഓയിലിൻ്റെ ടെസ്റ്റിനാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ നിങ്ങൾക്കറിയാലോ റെഡ് കളർ ഉണ്ടാവുന്നതാണ്. ഈ വോളറ്റൈൽ ഓയിലിൻ്റെ ടെസ്റ്റിൻ്റെ നമുക്ക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓയിൽ ഗ്ലോബ്യൂൾസ് റെഡ് കളർ ആവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫിക്സഡ് ഓയിലിൻ്റെ ടെസ്റ്റിൽ ഓസ്മിക് ആസിഡ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ വരുന്ന ഗ്ലോബ്യൂൾ അപ്പിയർ ബ്ലാക്ക് കളർ. ഓക്കെ, സോ അതാണ് വരിക. ഓക്കെ, അത് മാറിപ്പോരുന്നതാണ് ഞാൻ പറഞ്ഞത്. വോളറ്റൈൽ ഓയിലും ഫിക്സഡ് ഓയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാൻ ഊർക്ക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അത് നമുക്കറിയാം പ്യൂരിൻ ആൽക്കലോയിഡ്സ്, ട്രോപ്പൻ ആൽക്കലോയിഡ്സ്, ഇൻഡോൾ ആൽക്കലോയിഡ്സ്, ഇമിഡസോൾ ആൽക്കലോയിഡ്സ്. സോ വാനൂർക്ക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻഡോൾ ആൽക്കലോയിഡ്സിനാണ്. ഓക്കെ, അതിന് ഈ റിയേജന് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഞാൻ അത് വാനൂർക്ക് ഡ്രഗ്സിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി PDAB എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അതായത് പാരാ ഡൈ മീഥൈൽ. ഓക്കെ, അത് ഡൈ മീഥൈൽ ഓർത്ത് വയ്ക്കണം കേട്ടോ. അമിനോ ബെൻസാൾഡിഹൈഡ്. ഓക്കെ, DMAB എന്ന് പഠിച്ചാലും മതി. ഡാബ് എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചത്. സോ പാരാ ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡ്. ഓക്കെ, പാരാ ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡ്, ഇതാണ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, ആ സമയത്ത് എന്താ ഉണ്ടാവുന്ന ഒബ്സർവേഷനും പഠിച്ചു വയ്ക്കുക. ബ്ലൂ കളറായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. പ്രസൻസ് ഓഫ് ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ട്രീറ്റിംഗ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് പാരാ ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡ്, അസിറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം പിക്രേറ്റ്, ഓൾ ഓഫ് ദി അബോവ്. സോ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു PDAB, അതായത് പാരാ ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. സോ ഇൻഡോൾ ആൽക്കലോയിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞ വാനൂർക്ക് ടെസ്റ്റ്. സോ നമുക്ക് ഓപ്ഷൻ A ആയിരിക്കും അതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, Vitalis Morin test is used for the identification of purine alkaloid, tropen alkaloids, indole alkaloids, quinoline alkaloids. So Vitalis Morin test നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രോപ്പൈൻ ആൽക്കലോയിഡ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ കുറേ ടെസ്റ്റ് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാറ്റഗറികളുടെ ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. വിറ്റാലി മോറിൻ, ഇപ്പോൾ നമുക്ക് ട്രോപ്പൻ ആൽക്കലോയിഡ്സ് പറയുമ്പോൾ അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് വിറ്റാലി മോറിൻ ടെസ്റ്റും ജെറാർഡ് ടെസ്റ്റും. അത് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ ക്വിനോളിൻ ആൽക്കലോയിഡ്സിൽ ഏതൊക്കെയാണ് വരിക, തിയോലോക്വിനോൺ ടെസ്റ്റും ബ്ലഡ് റെഡ് ടെസ്റ്റും ഉണ്ട്. ഓക്കെ, സോ അത് അങ്ങനെ പഠിക്കുക. അങ്ങനെ ഓരോന്നും നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകളില്ലേ അതൊന്നും മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, അടുത്ത പഞ്ചൻസി ഓഫ് ചില്ലീസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്യാപ്സൈസിൻ, ക്യാപ്സാന്തിൻ, കരോട്ടിൻ ആൻഡ് പഞ്ചൻ പ്രോട്ടീൻ. സോ പഞ്ചൻസി ഓഫ് ദ ചില്ലി ബിക്കോസ് ഓഫ് ക്യാപ്സൈസിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, H2S ഗ്യാസ് ഇസ് പാസ്ഡ് ത്രൂ ദി പ്ലാന്റ് എക്സ്ട്രാക്ട് ടു ഐസൊലേറ്റ് ഗ്ലൈക്കോസൈഡ്സ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടു റിമൂവ് എക്സസ് ലെഡ് അസറ്റേറ്റ് ആൻഡ് യൂസ്ഡ് ടു precipitate tannin, ടു deactivate enzymes present in the plant, to obtain purified extract, to break down the glycoside linkage. സോ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് നമ്മൾ പാസ് ചെയ്യുന്നത് എന്തിനാണ്? ഗ്ലൈക്കോസിൽ കൂടെ പാസ് ചെയ്യുന്നത് ലെഡ് അസറ്റേറ്റിൻ്റെ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സസ് ലെഡ് അസറ്റേറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ലെഡ് സൾഫൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ആൻഡ് യൂസ്ഡ് ടു precipitate the tannins. ഓക്കെ, അടുത്ത് വരുന്ന ഫ്ലോറോഗ്ലിസനോൾ ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസസ് പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ വിത്ത്. ഓക്കെ, ഫ്ലോറോഗ്ലിസനോൾ നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് ഫ്ലോറോഗ്ലിസനോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് സെൽ വോൾ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? സെല്ലോസ് സെൽ വോൾസ് ആണോ, ലിഗ്നിഫൈഡ് സെൽ വോൾസ് ആണോ, ക്യൂട്ടിനൈസ് സെൽ വോൾസ് ആണോ, മ്യൂസിലേജിനസ് സെൽ വോൾസ് ആണോ? സോ നമ്മൾ ഇതിൻ്റെ ഒരു ആൻസറായിട്ട് വരുന്നത് ലിഗ്നിഫൈഡ് സെൽ വോൾസ് ആണ്. ലിഗ്നിഫൈഡ് സെൽ വോൾസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോറോഗ്ലിസനോളും ഹൈഡ്രോക്ലോറിക് ആസിഡും ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കളറാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ദറ്റ് ഈസ് റെഡ് കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്ത് വന്നിരിക്കുന്നത് ഷിനോഡ ടെസ്റ്റാണ്. അത് ഓഫ് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് സെബറിൻ, ടാനിൻ, പ്രോട്ടീൻ ആൻഡ് ഫ്ലവനോയിഡ്സ്. ഷിനോഡ ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഓഫ് ഫ്ലവനോയിഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഗോൾഡ് ബീറ്റ് സ്കിൻ ടെസ്റ്റ് പറഞ്ഞില്ലേ, അത് നമ്മൾ ടാനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഫ്ലവനോയിഡ്സ്
പ്രോട്ടീൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് ഷിനോഡ ടെസ്റ്റ് വരുന്നത്. അയഡിൻ വാട്ടർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ലിഗ്നിൻ, സെല്ലുലോസ്, മ്യൂസിലേജ്, സ്റ്റാർച്ച്. സോ അയഡിൻ വാട്ടർ നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? സ്റ്റാർച്ച് ഐഡൻറ്റിഫൈ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ബ്ലൂ കളർ ഫോം ചെയ്ത് നമുക്കറിയാം അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓക്കെ, സോ നമ്മളിപ്പോൾ ഇത്രയും 25 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.